പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് സമൃദ്ധമായി വർഷിക്കുന്നുവെന്നും നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ രുചിച്ചറിഞ്ഞു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ നമ്മുടെ പ്രയർ ടൈം തന്നു. സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ഒരു ചെറിയ ബോധ്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു ദേവാലയത്തിലേക്ക് തന്നെ ഒരു ഒത്തിരി സ്റ്റെപ്പുള്ള ഒരു ദേവാലയത്തിലേക്ക് തന്നെ ഈശോ അങ്ങനെ കൊണ്ടുപോവുക. സ്റ്റെപ്പ് കയറി ചെന്നു പള്ളിക്കകത്തിരുന്നു. വലിയ ഒരു പുരാതന ദേവാലയമാണ് എനിക്ക് കാണിച്ചു തന്നെ. ശേഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ജനസമൂഹം. പിന്നെ കൊണ്ടുപോകുന്ന നേരെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കാണ് കർത്താവ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ പോപ്പൽ ഫ്ലാഗില്ലേ, ഫ്ലാഗ് കർത്താവ് ഇങ്ങനെ എനിക്ക് കയ്യിലേക്ക് എടുത്തു വന്നു. വലിയൊരു നിറവായിരുന്നു ആ സമയങ്ങളിൽ. ഹൃദയത്തിൽ ജ്വലിച്ചു. ആത്മാവിൻ്റെ ഒരു കത്തൽ അനുഭവപ്പെട്ടു. ഒത്തിരി ബോധ്യങ്ങളായിരുന്നു നമുക്കെല്ലാവർക്കും. പ്രത്യേകിച്ച് എല്ലാവരും ഹൃദയത്തിൽ ആ ബോധ്യം നിറഞ്ഞു നിൽക്കുന്നല്ലോ. ആ ബോധ്യം നമുക്കൊക്കെ കർത്താവ് ദേവദാസനിലൂടെ പ്രവാചകനിലൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയേണ്ട ബോധ്യങ്ങളെല്ലാം കർത്താവ് ജനിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതു ചൈതന്യവും പുതിയ തീഷ്ണത കൊണ്ട് നമുക്ക് ജ്വലിക്കാം. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി. ഇന്നലെ രാത്രിയുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ രാത്രി പ്രെയർ ടൈമിൽ കുറേ ബോധ്യങ്ങൾ ജനിപ്പിക്കുകയായിരുന്നു. ഒന്ന്, ഞാനെന്തായാലും ഒരു ദിവസം മരിക്കുന്ന സമയത്ത് തോമസ് പോൾ ബ്രദർ പറഞ്ഞ പോലെ എന്നെ കാത്ത് അവിടെ ഞാൻ സുവിശേഷം പറഞ്ഞ വലിയൊരു പറ്റം ജനങ്ങൾ എന്നെ കാത്ത് നിൽക്കണമേ. അതിന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൂടുതൽ ശുശ്രൂഷ ചെയ്തിട്ട് അനേകരെ നേടുവാനുള്ളൊരു വാഞ്ച, അനേകരെ രക്ഷയിലേക്ക് നയിക്കണം. പിന്നെ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ഒരു ആത്മധൈര്യവും ഈ സമയങ്ങളിൽ എനിക്ക് കിട്ടി. മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവരും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവ് തന്ന എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.